കേരള സർവകലാശാലയിൽ വിപിൻ വിജയന്റെ PhD ഓപ്പൺ ഡിഫൻസിൽ നടന്ന നാടകീയ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്ത്. വിപിന് PhD നൽകരുത് എന്ന് ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ അധ്യാപകനെ മറികടന്ന് ഡീൻ CN വിജയകുമാരി ആവശ്യപ്പെട്ടു. എന്നാൽ ചെയർമാൻ പരസ്യമായി വിജയകുമാരിയെ തള്ളി. ഡീൻ സംസാരിക്കുമ്പോൾ വിപിൻ വിജയൻ മൈക്ക് എടുത്തു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. കഴിഞ്ഞ മാസം 15-ന് കാര്യവട്ടം ക്യാമ്പസിലെ സെമിനാർ ഹാളിൽ നടന്ന ഓപ്പൺ ഡിഫൻസിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ തിരുത്തലുകൾ വരുത്തി സർവകലാശാലയ്ക്ക് വീണ്ടും സമർപ്പിക്കണമെന്ന് വേദിയിൽ ഡോക്ടർ CN വിജയകുമാരി ആവശ്യപ്പെട്ടു. ഇത് ഈ കറക്ഷൻ വരുത്തിയിട്ട് തന്നെ വിപിൻ ഇത് സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ ഡോക്ടർ അനിൽ പ്രതാപ് ഗിരി വിജയകുമാരിയുടെ നിലപാട് പൂർണ്ണമായും തള്ളി. വിപിന്റെ പ്രബന്ധം അംഗീകരിക്കുന്നതായും അനിൽ പ്രതാപ് ഗിരി പരസ്യമായി പറഞ്ഞു. പ്രബന്ധം അംഗീകരിക്കുന്നു എന്ന ചെയർമാന്റെ നിലപാട് കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. എന്നാൽ വീണ്ടും പ്രബന്ധത്തെ തള്ളി വിജയകുമാരി രംഗത്തെത്തി. ഇതോടെ വിപിൻ വിജയൻ വേദിയിൽ കയറി മൈക്കെടുത്ത് ഒരു തിരുത്തലുമില്ല എന്നും പറഞ്ഞു. വിപിൻ വിജയന്റെ ജാതി അധിക്ഷേപ പരാതിക്കൊപ്പം ഡീൻ വിജയകുമാരിയും പരാതി നൽകിയിട്ടുണ്ട്. ഓപ്പൺ ഡിഫൻസ് വിപിൻ വിജയനും മറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് അലങ്കോലപ്പെടുത്തിയെന്നാണ് വിജയകുമാരി ചാൻസലർക്ക് നൽകിയിരിക്കുന്ന പരാതി. 24 തിരുവനന്തപുരം. ഗുജറാത്തിൽ പശുവിനെ കശാപ്പ് ചെയ്തതിന് 3 പേർക്ക് ജീവപര്യന്തം തടവും 6 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അംറേലിയിലെ സെഷൻസ് കോടതിയാണ് കടുത്ത ശിക്ഷ വിധിച്ചത്. അക്രം സോളങ്കി, ക്വാസിം സോളങ്കി, സത്താർ സോളങ്കി എന്നിവർക്കെതിരെയാണ് ശിക്ഷാവിധി. ഇവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് പശുക്കളെ കശാപ്പ് ചെയ്തതിന്റെ തെളിവുകൾ കിട്ടിയത്. 2023 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 2017 ഗോസംരക്ഷണ നിയമത്തിൽ സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്തതും ജീവപര്യന്തം ശിക്ഷ കൂട്ടിച്ചേർത്തതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.